ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവർഗ്ഗ ഗവേഷണ സ്ഥാപനത്തിലെ സ്റ്റോളാണിത്. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ കീഴിൽ ശ്രീകാര്യ ആസ്ഥാനമായി 1963 മുതൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണിത്. അപ്പോൾ ഇവിടെ നമ്മൾ മെയിനായിട്ടും ഉഷ്ണമേഖലാ പ്രദേശത്ത് വളരുന്ന കിഴങ്ങുവർഗ്ഗ വിളകളിലാണ് ഗവേഷണം നടത്തുന്നത്. അപ്പോൾ അത്തരം ചില കിഴങ്ങുവർഗ്ഗങ്ങളെ പരിചയപ്പെടുത്തുക, അതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിങ്ങളെ കാണിക്കുക, പരിചയപ്പെടുത്തുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്റ്റോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം വെച്ചിരിക്കുന്നത് SP95-4 എന്ന് പറയുന്ന ഒരു മധുരക്കിഴങ്ങ് ഇനമാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബീറ്റ കരോട്ടിൻ റിച്ച് ആയിട്ടുള്ള വെറൈറ്റിയാണ്. ശരിക്കും ബീറ്റ കരോട്ടിൻ എന്ന് പറയുന്നത് വിറ്റാമിൻ എ എൻറിച്ച്ഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ് ബീറ്റ കരോട്ടിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇത്തരം ഫുഡ്സ്, അതായത് ഓറഞ്ച് കളറിൻ്റെ അല്ലെങ്കിൽ ബീറ്റ കരോട്ടിൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതിലൂടെ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണെന്നാണ് പറയുന്നത്. ഇത്തരം കളറിലായിട്ടുള്ള ഇതിനെ നമ്മൾ ബയോ ഫോർട്ടിഫൈഡ് വെറൈറ്റീസ് അല്ലെങ്കിൽ ജൈവ സമ്പുഷ്ടീകരിച്ച ഇനങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ബീറ്റ കരോട്ടിൻ റിച്ച് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. അതുപോലെ ഇത് ആന്തോസൈൻ റിച്ച് വെറൈറ്റി, അതായത് പർപ്പിൾ നിറത്തിലാണ് ഇതിൻ്റെ ഒരു ഫ്ലഷ് കളർ. ഇത് ആന്തോസൈൻ എന്നാണ് പിഗ്മെൻറ്റിൻ്റെ പേര്. ഇത് ക്യാൻസർ പ്രതിരോധത്തിനൊക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ പലർക്കുള്ളൊരു മിഥ്യാധാരണ എന്ന് പറയുന്നത് മധുരക്കിഴങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡയബറ്റീസ് അല്ലെങ്കിൽ ഷുഗർ കൂടുമെന്നുള്ളതാണ്. പക്ഷേ അതൊരു തെറ്റായിട്ടുള്ളൊരു ഇതാണ്. ശരിക്കും മധുരക്കിഴങ്ങ് കഴിക്കുന്നത് അല്ലെങ്കിൽ ഷുഗർ പേഷ്യൻസിന് കഴിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതിൻ്റെ ഗ്ലൈസെമിക് സൂചിക എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. ആ ഗ്ലൈസെമിക് സൂചിക ഇടത്തരം ലെവലിലാണ് മധുരക്കിഴങ്ങിൽ അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ഷുഗർ പേഷ്യൻസിനും കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഫുഡാണ് ശരിക്കും മധുരക്കിഴങ്ങ് പറയുന്നത്. അതിൽ സ്റ്റാർച്ച്, പിന്നെ അതുപോലെ തന്നെ പ്രോട്ടീൻസ്, ഇതുപോലെയുള്ള ആന്തോസൈൻ, പിന്നെ ബീറ്റ കരോട്ടിൻ, അങ്ങനെയുള്ള നമ്മുടെ ശരീരത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള അല്ലെങ്കിൽ പല ഘടകങ്ങളും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം മരച്ചീനിയുടെ പല ഇതും അതുപോലെ തന്നെ ശ്രീ കനക എന്ന് പറയുന്ന ഒരു ഇനമാണ്. ഇതും ബീറ്റ കരോട്ടിൻ റിച്ച് ആയിട്ടുള്ള വെറൈറ്റിയാണ്. നമ്മുടെ ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ് ക്യാരറ്റ് കഴിച്ചു കഴിഞ്ഞാൽ കണ്ണിന് നല്ലതാണ്. അപ്പോൾ അതിൽ ബീറ്റ കരോട്ടിനാണ്. ക്യാരറ്റ് നമുക്കറിയാം വളരെ കോസ്റ്റ്ലിയാണ്, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്ന് വരണം. പക്ഷേ ഇത് മധുരക്കിഴങ്ങ് ശരിക്കും നമ്മുടെ വീട്ടുവളപ്പിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അത്ര ഒരു ലോ കോസ്റ്റിൽ അല്ലെങ്കിൽ ഒരു 3-4 മാസം കൊണ്ട് നമുക്കിത് ഹാർവെസ്റ്റ് ചെയ്യാം. ഇത്ര ഒരു സൂപ്പർ ഫുഡായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അല്ല പ്രദർശനം നമ്മുടെ പല മധുരക്കിഴങ്ങ് മരച്ചീനിയുടെ വെറൈറ്റി. പിന്നെ ഇത് മരച്ചീനിയുടെ ഇല എന്നുള്ള ജൈവൊക്കെയാണ് അതൊന്ന് പറഞ്ഞേ. ഇത് മരച്ചീനിയുടെ ഇല അധിഷ്ഠിതമായിട്ടുള്ള ജൈവ കീടനാശിനിയാണ്. അതായത് നമുക്കറിയാം മരച്ചീനിയുടെ ഇലയിൽ അല്ലെങ്കിൽ മരച്ചീനിയുടെ ഒരു കിഴങ്ങിൽ ഒരു കട്ടുണ്ട്, കയ്പ്. നമ്മളതിനൊരു വിഷാംശമുള്ള ഒരു ഇതായിട്ടാണ് കരുതുന്നത്. അത് ബേസിക്കലി ഹൈഡ്രജൻ സയനൈഡ് എന്നാണ് പറയുന്നത്, HCl. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മരച്ചീനി വേവിക്കുമ്പോഴെപ്പോഴും തുറന്ന പാത്രത്തിൽ വേവിക്കണം എന്ന് പറയും. കാരണം ഇത് ഈസിലി വോളറ്റൈൽ കോമ്പൗണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കന്നുകാലികൾക്കൊക്കെ നമ്മൾ അതിൻ്റെ ഇല പച്ചയ്ക്ക് കൊടുക്കാറില്ല, ഒന്ന് വാട്ടിയിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വേവിക്കുമ്പോൾ വെള്ളം ഊറ്റി കളഞ്ഞിട്ടാണ് എടുക്കുന്നത്. ഇതെല്ലാം ബേസിക്കലി ആ സയനൈഡ് പോകാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഒരു വിഷാംശമുള്ള ഈ ഒരു സയനൈഡ് നമുക്ക് ഒരു ഉൽപ്പന്നമായിട്ട് മാറ്റാം. അല്ലെങ്കിൽ മരച്ചീനിയുടെ ഇല എന്ന് പറയുന്നത് വേസ്റ്റായിട്ട് പോകുന്ന ഒരു കമ്പോണൻ്റാണ്. അപ്പോൾ ആ ഒരു വേസ്റ്റിന് അല്ലെങ്കിൽ ആ ഒരു ഇല അധിഷ്ഠിതമാക്കിയിട്ട് നമുക്ക് ഈ ജൈവ കീടനാശിനികൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിൽ ആദ്യത്തെ ജൈവ കീടനാശിനിയാണ് ഈ മേന്മ എന്ന് പറയുന്ന ഈ ഒരു കീടനാശിനി. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വാഴയിൽ വരുന്ന പിണ്ടിപ്പുഴു അല്ലെങ്കിൽ തടപ്പുഴു, പിന്നെ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ സ്യൂഡോസ്റ്റിമുല ബനാന. അപ്പോൾ അതിൻ്റെ അറ്റാക്ക് വന്നതിന് ശേഷം അതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് വാഴത്തടയിൽ ഇഞ്ചക്ട് ചെയ്യുന്ന ഒരു കീടനാശിനിയാണ് മേന്മ. പിന്നെ അതുപോലെ തന്നെ അടുത്ത കീടനാശിനി വരുന്നത് നന്മ. ഇത് വാഴയുടെ തടപ്പുഴു ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് വാഴ ഒരു 4-5 മാസം മൂപ്പാവുന്ന സമയത്ത് വെള്ളത്തിൽ കലക്കിയിട്ട് അല്ലെങ്കിൽ വെള്ളത്തിനോട് ചേർത്ത് മിക്സ് ചെയ്തിട്ട് വാഴത്തടയിൽ സ്പ്രേ ചെയ്യാനുള്ള കീടനാശിനിയാണ്. പിന്നെ അതോടൊപ്പം തന്നെ വെജിറ്റബിൾസിന് കോമൺ ആയിട്ട് വരുന്ന പെസ്റ്റ്, അതായത് മുഞ്ഞ, ഇളപ്പേൻ, ചിത്രകീടം, ഇലചുറ്റിപ്പുഴ, അങ്ങനെയുള്ള കീടങ്ങൾക്കും നമുക്കിത് ഉപയോഗിക്കാം. ഇത് വെള്ളത്തിൽ കലക്കിയിട്ടാണ് സ്പ്രേ ചെയ്യേണ്ടത്. ഞാൻ ആദ്യം കാണിച്ച മേന്മ ഡയറക്റ്റ് ഇഞ്ചക്ഷനാണ്, വാഴത്തടയിൽ സിറിഞ്ചിൽ ഇഞ്ചക്ട് ചെയ്യാനുള്ളതാണ്. പിന്നെ ലാസ്റ്റത്തെ ഒരു കീടനാശിനി എന്ന് പറയുന്നത് ശ്രേയ.
ഇത് നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ, അതായത് മീളിമുട്ട, ഇലപ്പേൻ, പിന്നെ അതുപോലെ തന്നെ എന്താ വെള്ളീച്ച, ഇതിനൊക്കെ എതിരെയായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഈ ലാസ്റ്റ് കാണിച്ച ശ്രേയ നന്മയൊക്കെ ഒരു 10 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ആ ഒരു അനുപാതത്തിലാണ് നമ്മൾ സ്പ്രേ ചെയ്യേണ്ടത്.